പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് പൗലോസ് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഫിലമോൻ ആരായിരുന്നു, എങ്ങനെയാണ് ഫിലമോന്റെ മരണം സംഭവിച്ചത് എന്നുള്ള ചരിത്രമാണ്. ഫിലമോൻ എന്ന പേരിന്റെ അർത്ഥം സ്നേഹമുള്ളവൻ എന്നാണ്. ഏഷ്യ മൈനറിൽ ലിക്കസ് നദീതട പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട 3 പട്ടണങ്ങൾ കൊളോസിയ, ലവോദിക്ക, ഹിയാരപ്പൊലി എന്നിവയായിരുന്നു. കൊളോസ്യ പട്ടണത്തിലെ ധനികനും മാന്യനുമായ ഒരുവനായിരുന്നു ഫിലമോൻ. അപ്പിയ ഫിലമോന്റെ ഭാര്യയും അർക്കിപ്പോസ് മകനുമായിരുന്നു. കൊളോസിയിലെ സഭ ഫിലമോന്റെ വീട്ടിലായിരുന്നു ആരാധനയ്ക്കായി കൂടി വന്നിരുന്നത്. അതിനാൽ അവൻ വിശ്വാസികളുടെ ഇടയിൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു എന്ന് കരുതാവുന്നതാണ്. പൗലോസ് കൊലോസ്യ സഭ സന്ദർശിച്ചിട്ടില്ലെന്നാണ് കൊലോസ്യർ 2:1 നിന്ന് മനസ്സിലാവുന്നത്. പൗലോസ് എഫെസോസിൽ ഏകദേശം 3 വർഷത്തോളം താമസിച്ചു പ്രവർത്തിച്ചു എന്നാണ് അപ്പോസ്തല പ്രവർത്തികൾ 19:9-10 വാക്യങ്ങളിൽ കാണുന്നത്. അക്കാലത്ത് സമീപ പട്ടണങ്ങളിൽ നിന്നുള്ള ആളുകൾ എഫെസോസിൽ വന്ന് സുവിശേഷം കേട്ട് വിശ്വസിച്ചിട്ടുണ്ടാവണം. അങ്ങനെയായിരിക്കണം പൗലോസ് ഫിലമോന്റെ ആത്മീയ പിതാവായത്. അങ്ങനെ ഫിലമോന്റെ അടിമകളിൽ ഒരുവനായ ഒനേസിമോസും പൗലോസുമായി പരിചയപ്പെട്ട് കാണും. ഒനേസിമോസ് തന്റെ യജമാനായ ഫിലമോന്റെ കുറെ പണം മോഷ്ടിച്ചുകൊണ്ട് ഒളിച്ചോടി റോമിൽ ചെന്നെത്തി. അക്കാലത്ത് കുറ്റവാളികൾ പിടികൊടുക്കാതിരിക്കുവാൻ വേണ്ടി 15 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന റോമ പട്ടണത്തിൽ ചെല്ലുന്നത് സാധാരണയായിരുന്നു. ഇത്ര വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നത് എളുപ്പമല്ലായിരുന്നു. ഒനേസിമോസിന്റെ പണവും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയിരിക്കാൻ ഇടയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമിൽ ഒരു വീട്ടു തടങ്കലിലായിരുന്നുവല്ലോ. പൗലോസിന് ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുവാൻ സാധ്യമല്ലായിരുന്നു എങ്കിലും മറ്റാളുകൾക്ക് തന്നെ വന്നു കാണുവാൻ സൗകര്യമുണ്ടായിരുന്നു. അങ്ങനെ വരുന്നവരോട് താൻ സുവിശേഷം പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിച്ചിരുന്നു. അങ്ങനെയായിരിക്കണം ഒനേസിമോസ് തന്റെ മുൻ പരിചയം വെച്ചുകൊണ്ട് പൗലോസിനെ കണ്ടത്. പൗലോസ് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അക്കാലത്തെ നിയമമനുസരിച്ച് കുറ്റവാളികളായ അടിമകൾ പിടിക്കപ്പെട്ടാൽ കഠിനമായ ശിക്ഷയോ വധശിക്ഷ തന്നെയോ നൽകുന്ന രീതി നടപ്പിലിരുന്നു. അന്നത്തെ സാമൂഹ്യ നിയമമനുസരിച്ച് ഫിലമോന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ പൗലോസ് ഒനേസിമോസിനെ ഉപദേശിച്ചു. അടിമ സമ്പ്രദായത്തെ പൗലോസ് അനുകൂലിച്ചതുകൊണ്ടല്ല, മറിച്ച് അന്നത്തെ രാഷ്ട്രീയ നിയമത്തെ തകിടം മറിക്കുവാൻ പൗലോസ് ഉദ്ദേശിക്കാഞ്ഞത് കൊണ്ടാണ് ഒനേസിമോസ് തന്റെ യജമാനനായ ഫിലമോന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ ഉപദേശിച്ചത്. ഒനേസിമോസ് ഒരു സത്യക്രിസ്ത്യാനിയായി തീർന്നതിനാൽ മടങ്ങിപ്പോകുവാൻ മനസ്സ് വെച്ചു. പക്ഷേ തിരികെ ചെല്ലുന്ന അടിമയെ കുറ്റവാളിയായി കണക്കാക്കി കഠിന ശിക്ഷയോ വധശിക്ഷയോ നൽകുന്നത് അന്നത്തെ നിയമമായിരുന്നതിനാൽ ആ വിധത്തിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പൗലോസ് ഒരു ശുപാർശ കത്തെഴുതി ഒനേസിമോസിനെ തനിച്ചയക്കാതെ ആസ്യക്കാരനും വിശ്വസ്തനുമായ തിഹിക്കോസിനെ കൂടെ കൂട്ടിയയച്ചു. ഒനേസിമോസിന്റെയും തിഹിക്കോസിന്റെയും ചരിത്രത്തെ പറ്റി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. 25 വാക്യം മാത്രമുള്ള ഈ സ്വകാര്യ കത്തിൽ നിന്നാണ് ഫിലമോനെ പറ്റി ഇന്ന് നമുക്ക് അറിവ് ലഭിക്കുന്നത്. പൗലോസും ഫിലമോനും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം ഈ ചെറിയ ലേഖനത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ഫിലമോൻ കൊലോസ്യ സഭയിലെ ധനികനായ ഒരു വ്യക്തിയായിരുന്നതിനാൽ തനിക്ക് അടിമകൾ ഉണ്ടായിരുന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ ബഹുസമ്പന്നനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ സമ്പത്ത് ഉണ്ടാവുന്ന ദോഷമല്ല, അതിൽ ആശ്രയിക്കുന്നതാണ് അപകടകരം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഫിലമോൻ ധനികനും മാന്യനുമായിരുന്നു. അതേസമയം സുവിശേഷ ഘോഷണത്തിൽ പൗലോസിനോട് കൂടെ സഹകരിച്ച് പ്രവർത്തിക്കുന്നവനുമായിരുന്നു. സുവിശേഷ വേലയ്ക്ക് പണം കൊടുക്കുന്ന അനേകരും നേരിട്ട് പ്രവർത്തിക്കുന്നതിൽ പിന്നോക്കമായിരിക്കും. ദൈവം നൽകുന്ന ധനം ദൈവനാമ മഹത്വത്തിനായി ചെലവിടുകയും കർത്താവിനെ സാക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഫിലമോൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഫിലമോൻ വിശുദ്ധന്മാരായ ദൈവമക്കളെ സ്നേഹിക്കുന്നവനായിരുന്നു. ലേഖനത്തിലെ വാക്കുകളും വാചകങ്ങളും ഫിലമോന് പൗലോസിനോടുള്ള ആഴമായ സ്നേഹത്തെ എടുത്തു കാണിക്കുന്നവയാണ്. കൊലോസ്യ സഭയിലെ വിശ്വാസികൾ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുന്ന വിശ്വാസ മന്ദിരമായിരുന്നു ഫിലമോന്റെ ഭവനം. അപ്പിയയ്ക്കും അർക്കിപ്പോസിനും എതിരൊന്നും ഉണ്ടായിരുന്നില്ല. യെരുശലേമിൽ മർക്കോസിന്റെ അമ്മ മറിയമിന്റെ വീടും അക്വിലാസിന്റെയും പ്രിസ്കില്ലയുടെ വീടും ഇതുപോലെയുള്ള സ്ഥാനങ്ങളായിരുന്നു എന്ന് തിരുവചനം സാക്ഷിക്കുന്നു. ദൈവവേലക്കാരെ സഹായിക്കുന്നതിലും അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുന്നതിലും ഫിലമോൻ മുൻകൈ എടുത്തിരുന്നു. ദൈവമക്കളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവരെ കൈവിടാതെ പ്രാർത്ഥനയാലും പ്രോത്സാഹനജനകമായ വാക്കുകളാലും അവരെ ധൈര്യപ്പെടുത്തി അവരുടെ ഹൃദയം തണുപ്പിക്കുന്നതിലും ഫിലമോൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇത് നമുക്ക് ഒരു നല്ല മാതൃകയാണ്. അവൻ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവനായിരുന്നു. പൗലോസ്
പൗലോസ് ഫിലമോനോട് പറയുന്നത് നമുക്കും ബാധകമാണ്. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്തവർ സുവിശേഷം അറിയുവാൻ നമ്മുടെ ജീവിതം മുഖാന്തരമാവണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹിമപ്പെടുകയും ദൈവജനത്തിന് പ്രയോജനം ഉണ്ടാകുകയും ചെയ്യണം. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് നാം കൂടുതലായി അനുഗ്രഹിക്കപ്പെടും. ഫിലമോൻ കൊലോസി സഭയുടെ അധ്യക്ഷനായിരുന്നു എന്നും കല്ലെറിയപ്പെട്ട് രക്തസാക്ഷിയായി മരിച്ചു എന്നും പാരമ്പര്യം പറയുന്നു. ഫിലമോന്റെ മകനായ അർക്കിപ്പോസും ഒരു സുവിശേഷകനായി പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏറ്റിരുന്നു എന്ന് കൊലോസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.